Hello guys. It's me, Rahul Fabi. Welcome to fabbsonwheels. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വാഹനമായിട്ട് ബന്ധപ്പെട്ട ഒരു എപ്പിസോഡല്ല ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളൊരു KFC ടൈപ്പ് ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. കുറച്ച് കാലമായിട്ട് ഈ KFCയുടെ ചിക്കൻ കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാനുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പോൾ തന്നെത്താനെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കുറേ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് കുറേ അല്ല, ശരിക്കും അതേന്ന് വില്ലേജ് ഫുഡ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഇക്കാടെ വീഡിയോ ആണ് നമ്മൾ ഇതിൽ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. പൊന്നു പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് നിങ്ങളെപ്പോലെ തന്നെ നമ്മളും വീട്ടിലാണ്. കുറേ ദിവസം മുമ്പ് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു വിശപ്പിൻ്റെ അസുഖം പൊന്നൂസിന് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ KFC വേണം അല്ലെങ്കിൽ ചിക്കിങ്ങിൽ നിന്ന് വേണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ബഹളം വയ്ക്കുമായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ഒരു വഴിയില്ല, കിട്ടാനായിട്ട് ഒരു വഴിയില്ല. സോ നമുക്ക് പുറത്ത് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള റൂൾസിൽ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ, നമ്മളത് അനുസരിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ ഒരു KFC ചിക്കൻ, ഹോം മെയ്ഡ് KFC ചിക്കൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ ഇക്കടെ വീഡിയോ കിട്ടിയിട്ട്. സോ ഇക്കടെ വീഡിയോ റെഫറിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. എനിവേ ഫ്ലോപ്പ് ആവുമെന്ന് അറിയില്ല, കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ടൈപ്പ് പരിപാടിയൊക്കെ നോക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കഴിഞ്ഞ ലോക്ക്ഡൌണിൽ ഞങ്ങൾ അൽഫാം ഉണ്ടാക്കിയത് സക്സസ് ആയിരുന്നു. ഇതെങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തും. ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു വല്ലതും പോവുകയാണെങ്കിൽ സ്റ്റോറി ആയിട്ട് കാണാം. അപ്പോൾ എന്തായാലും രണ്ടാണെങ്കിലും നിങ്ങൾ എന്തായാലും വീഡിയോ കാണും. എനിവേ സക്സസ് ആയാലും ഇല്ലെങ്കിലും നമ്മളൊരു ചെറിയ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. fabbsonwheels നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമ്മുടെ പൊന്നു ഇതിപ്പോൾ ആ ചിക്കൻ എല്ലാം നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഈ കൊഴുപ്പ് ഫാറ്റ് പോലുള്ള സാധനങ്ങളൊന്നും വരാൻ പാടില്ല. ഞാൻ അത് റിമൂവ് ചെയ്യായിരുന്നു. പിന്നെ അതുപോലെ കരൾ, അതിൻ്റെ നെക്ക് പോർഷൻ അതൊന്നും വരാൻ പാടില്ല. അത് നമുക്ക് ആവശ്യമില്ല. ഇപ്പം നമ്മൾ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതോ അപ്പുറത്ത് കെയിൻ കിടന്ന് കുറയ്ക്കുന്നുണ്ട്. ശരിക്കും അവൻ നിൽക്കുന്നത് നമ്മുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആൾ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ എന്തായാലും എന്താ ചിക്കൻ്റെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കുറേ ഡിസ്ട്രാക്ഷൻസ് മേ ബി ഉണ്ടാവാം. നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഇപ്പം പൊന്നു പറഞ്ഞു തരുന്നുണ്ട്. ഒരു 250 ഗ്രാം മൈദയാണ്. അപ്പോൾ നമ്മളൊരു 250 ഗ്രാം മൈദ ഒരു കപ്പിലോട്ട് കുറച്ച് വിടും. അപ്പോൾ എന്തായാലും കുറച്ച് മൈദ, ഏകദേശം 300 ഗ്രാം മൈദ വേണമെന്നാണ് പറഞ്ഞത്. അത് 250 ഗ്രാം ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് മൈദ വേണം. അപ്പോൾ ഇത് പൊന്നു അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. 250 ഗ്രാം മൈദ നമ്മൾ ഇട്ടു. ഇനി കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ അരിപ്പൊടി എടുത്തിട്ടുണ്ടല്ലോ, കോൺഫ്ലോർ എടുത്തിട്ടുണ്ടോ? അടുത്ത നമ്മുടെ കോൺഫ്ലോർ ആണ്. ഞാൻ നേരത്തെ മാറി അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ഒരു 100 ഗ്രാം മതി. ഇത്രയും ചിക്കൻ 100 ഗ്രാം മതി. അപ്പോൾ എന്തായാലും നേരത്തെ മൈദ ഇട്ടു. ഇപ്പോൾ നമ്മൾ കോൺഫ്ലോർ എടുക്കാൻ പോവാണ്. ഇപ്പോൾ എൻ്റെ വോയിസ് കുറച്ച് കുറവാണ്ട്. ഞാനിങ്ങനെ മറ്റേ പള്ളിയിൽ അച്ഛൻ്റെ കുട്ടിക്ക് സെപ്പറേറ്റ് പറയുന്നത് കേട്ടോ. കോൺഫ്ലോർ എത്രയാണ് എടുക്കുന്നത്? 100 ഗ്രാം കോൺഫ്ലോർ ആണേ. നമുക്കൊരു 2.5 ചിക്കൻ 2.5 ഉണ്ട്. ചിക്കൻ്റെ അളവ് ക്വാണ്ടിറ്റി നമുക്ക് 2.5 വരുന്നുണ്ട്. അപ്പോൾ അതാ കോൺഫ്ലോർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഇടണമെന്നോ? കൂടിപ്പോരുത്. ശരിക്കും പറഞ്ഞാലേ നിങ്ങളിപ്പോൾ കാണുന്ന റിയാലിറ്റിയിൽ നമ്മൾ എന്താണ് വീട്ടിൽ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കൂടുതൽ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് എത്ര അളവ് എടുക്കുന്നത്? ഉപ്പിൻ്റെ അളവ് ശരിക്കും അറിഞ്ഞൂടാ. അത്യാവശ്യം ഒരു 2 ടീസ്പൂൺ ഉപ്പ് പൊന്നു ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഒരുപാട് കൂടല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഉപ്പ് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആവശ്യത്തിനുള്ള മുളക് പൊടി പൊന്നു ഇടുന്നുണ്ട്. കൂടിപ്പോരുതേ. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, മുളക് പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന KFCയുടെ അല്ലെങ്കിൽ ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ കളർ മാറിപ്പോവും. KFC ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വൈറ്റ് കളർ ഫീൽ ചെയ്തിരിക്കണം. എന്താ ഇപ്പോൾ പൊന്നു ഒരു ഓൾമോസ്റ്റ് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് മതിയാവും. അത്യാവശ്യം ശരി, നമുക്ക് മലയാളീസ് ആയതുകൊണ്ട് അത്യാവശ്യം സ്പൈസി ആയിരിക്കണം. സോ അതുകൊണ്ട് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം.
ഇപ്പം നമ്മൾ ഇടാൻ പോകുന്നത് ഗരം മസാല പൗഡറാണ്. ഗരം മസാല നമുക്ക് ആവശ്യത്തിനിടാം, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്. അപ്പം ഇവിടെ ചിലർക്ക് മസാല ഇഷ്ടമല്ല, ചിലർക്ക് മസാല ഇഷ്ടമാണ്. ചിക്കൻ ഇതിലേക്ക് മാറ്റാം. ഇപ്പോൾ എന്തായാലും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഇനി അതിനകത്തോട്ട് മാറ്റാൻ പോവാണ്. എൻ്റെ പൊന്നൂസേ, ഇത് റെഡി ആവുമോ? ഒരു പിടിയില്ല രാവിലെ. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ആകും. വീട്ടിൽ ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം. ഞങ്ങൾ ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ആര് ചെയ്താലും സെറ്റാവും. അപ്പോൾ എന്തായാലും നമുക്കിനി അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് പോവാം അല്ലേ? വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഉപയോഗിക്കാം. അത്രയും വേണോ? അപ്പം ഓൾമോസ്റ്റ് ഒരു 2 ടീസ്പൂണിന് മുകളിൽ വിനാഗിരി നമ്മൾ ഇതിന്, അതായത് ഈ ചിക്കന് നമ്മൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ എന്താണെന്നുള്ള അടുത്തെന്ന് വെച്ചാൽ നോക്കാം. പിന്നീട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 3 മുട്ടയുടെ വെള്ളയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ്റെ അളവിനനുസരിച്ച് വേണം മുട്ടയുടെ അളവ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2.5 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ആ ചിക്കൻ നനയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ചിക്കനിൽ നമ്മൾ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മുട്ട കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിനെ ബാധിക്കും. ഇപ്പോൾ പൊന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ മുട്ട ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാണ്. മിക്സ് ചെയ്യാം കൈകൊണ്ട് നന്നായിട്ട്. ഇനിയും ഉണ്ട്, ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് ഇതിൽ. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 മുട്ട ഇതിലേക്ക് ഒഴിക്കാം. ആ 3 മുട്ടയും നമ്മളതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് പൊന്നൂസ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുഴക്കണോ. ഞാനിപ്പോൾ ഈ ക്യാമ പിടിച്ച് ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമ്മളതെപ്പോഴും സെറ്റാക്കിയാണ്. സെറ്റാക്കും, കഴിച്ച് സെറ്റാക്കി തരും അല്ലേ? ഇപ്പം നന്നായിട്ട് അത് ക്യാമറ ഫേസ് ചെയ്ത് പറയത്തില്ലേ? ഓ, ഇയാൾ ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷെഫ് പൊന്നൂസാണ്. ക്യാമറ ഫേസ് ചെയ്യാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അയാളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അത് പറയാം. നമ്മളൊരു ഇതൊരു എത്രയാണ് 2 കിലോ ചിക്കൻ ഉണ്ട്. 2 കിലോ ചിക്കൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാം മൈദ, 100 ഗ്രാം കോൺഫ്ലോർ, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് വിനാഗിരി, ഒരു 3 മുട്ട ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള സാധനം എന്ന് പറയുന്നത് ഒന്ന് വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല, വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഒരു സവാള ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച്, ഒരുപാട് വേണ്ട, അത് കുറച്ച് മതി. അതിട്ടിട്ട് നമ്മളൊരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ 30 മിനിറ്റ് തിങ്ങിയെ തന്നെ വെച്ചിട്ട് പിന്നെ നമ്മളെടുത്ത് ഫ്രൈ ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിടാം. ഓക്കെ, ഇതിനിപ്പം മാരിനേറ്റ് ചെയ്യാൻ വെക്കാൻ പോവാണോ? അല്ലല്ല, ഇതിനകത്ത് ഇനി 2-3 സാധനങ്ങൾ കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് വെളുത്തുള്ളി പേസ്റ്റും പിന്നൊന്ന് ചെറിയുള്ളി പേസ്റ്റുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പം വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി ആവശ്യമില്ല, വെളുത്തുള്ളി മാത്രം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്തത്. പിന്നെ അടുത്തത് ആ ഉള്ളി പേസ്റ്റ് കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്തിട്ട് ഈ കുറച്ച് വലിയ കഷ്ണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ മാറ്റുവാണേ. നന്നായിട്ട് ഇതിനകത്ത് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. കാര്യം ആ മിക്സിങ്ങിനകത്ത് ഇരിക്കുകയാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് ഒരു 30 മിനിറ്റ് അനക്കാതെ വെച്ചിരിക്കാം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നമ്മുടെ ചിക്കൻ നമ്മൾ സെറ്റാക്കി വെച്ചിരുന്ന ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് ചേർക്കാനുള്ള ഓട്സ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതാ പൊന്നിച്ചിവിടെ എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നമുക്ക് സാമ്പിൾ എടുത്ത് ആദ്യം ടെസ്റ്ററിനെ കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് ഓട്സിനകത്തൊക്കെ നന്നായിട്ട് പറഞ്ഞു. എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇതിനകത്തോട്ട് മുക്കി
ഓട്സിനകത്ത് നന്നായിട്ടൊന്ന് പെരണ്ട് ഓട്സൊക്കെ പിടിച്ചിട്ട് വേണ്ട നമുക്ക് എണ്ണയ്ക്കകത്തോട് എടുക്കാൻ പോവാണ്. എല്ലാവരും എന്തായാലും ഒന്ന് നോക്കാം. എൻ്റെ ഒന്നൂസ് എണ്ണ ചൂടായിട്ടല്ലേ അതിടണ്ടേ അതിനകത്ത്. ഇപ്പം എണ്ണ ചൂടാവുന്നതിനൊക്കെ മുമ്പേ നൈസിനെടുത്തിട്ട് എണ്ണ തിളച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ടെസ്റ്റ് ആണെന്ന്. ഇനി പാളി പോയിട്ട് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എണ്ണ തിളയ്ക്കുന്നതിന് മുമ്പേ അതിനകത്തോട്ട് കോരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം എണ്ണ തിളയ്ക്കുന്നതിന് മുമ്പ് കോരി ഇട്ടിട്ട് എന്താവും ദൈവത്തിനറിയാം. ഓക്കെ, ഇനിയിപ്പം അടുത്ത ഓരോ പീസ് വീതം എടുത്തിടാനുള്ള പരിപാടിയാണ്. ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ പക്ഷേ ഒരു കാര്യം, നമ്മൾ വീട്ടിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട്. എന്നാലും സാരമില്ല, KFC വേണമെന്ന് പറഞ്ഞുള്ള ബഹളം നമ്മൾ ഇന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എണ്ണ അത്യാവശ്യം തിളച്ച് വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പിന്നെ ഓരോ പീസായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചൂടായ അതിലോട്ട് ഇടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ അടുത്തതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ, നമ്മൾ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പീസ് കട്ട് ചെയ്ത് മേടിച്ചപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പീസല്ല കട്ട് ചെയ്ത് മേടിച്ച്, നോർമൽ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പീസായിരുന്നു കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഇതൊന്നും പറഞ്ഞുകൊണ്ടല്ല ചിക്കൻ വാങ്ങിക്കാൻ പോയത്, കറി വെക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ പോയപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യാൻ, എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊരു സംഭവം ചെയ്യാമെന്ന് ചോദിച്ചു. അതോടൊപ്പം തന്നെ KFCയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെയ്യണമെന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു. എന്തായാലും ചെയ്ത് നോക്കാം, ഇതെന്താവുമെന്ന് ദൈവത്തിനറിയാം. പിന്നെ ഈ ചട്ടിക്കകത്ത് കൊള്ളുന്നത് ഇടാവുള്ളേ, ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഓക്കെ, നമ്മളിപ്പോൾ കുറച്ച് ഈ ചട്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട്. ആ ഓട്സ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് വേണം ഇടാൻ. നമുക്കിത് വെന്ത് വരുമ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം. ചെറിയ തീയിൽ അത്യാവശ്യം ഒന്ന് വേവിക്കണം കേട്ടോ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു നോർമൽ തീയിൽ ഇപ്പോൾ തീ ഇച്ചിരി കൂടുതലാണ്, ഇവിടെ കാണാൻ പറ്റും തീ കുറച്ച് കൂടുതലാണ്. അപ്പോൾ കുറച്ചുകൂടെ കുറയ്ക്കണം, തീ കുറച്ചിട്ട് ആ ഒരു നോർമൽ തീയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ആ ഒരു തീ കിട്ടിക്കൊണ്ടിരുന്നാൽ സാധനം അടിപൊളിയായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഇളക്കുന്ന കാര്യത്തിൽ ഒരു ലുക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ലുക്കൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട്. നമ്മുടെ KFCയുടെ ആ ഒരു ലുക്കൊക്കെ എന്തായാലും സാധനത്തിന് വരുന്നുണ്ട്, കളറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം വേവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നല്ലൊരു സ്മെല്ലും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിക്ലറ്റിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ശരിക്കും KFCയുടെ സെൻറ്ററില്ല, നമുക്കൊരു ചിക്ലറ്റ് ഉണ്ട്, ഒരു ചിക്കിങ് ഉണ്ട്. സോ അവിടെ പോകുന്ന സമയത്ത് അവർ ബേക്ക് ചെയ്യുന്നൊരു സ്മെല്ലുമായിട്ട് ഏകദേശം സാമ്യമുള്ളൊരു സ്മെല്ല് തന്നെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു സംഭവം ശരിക്കും പറഞ്ഞ ഒരു പാചകം ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ സന്തോഷം കിട്ടുന്നത്. എന്തായാലും ചെയ്ത് നോക്കാം. പിന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തേ. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ഞങ്ങൾ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി തേഞ്ഞു പോയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു കേക്ക് ഞങ്ങൾ സെറ്റ് ചെയ്തായിരുന്നു. കെയ്മോൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് സെറ്റ് ചെയ്താണ്. പക്ഷേ കേക്ക് പ്ലാൻ പൊളിഞ്ഞു പോയി. അത്രയും ബേക്കായിട്ട് കിട്ടിയില്ല. കുക്കറിലായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്, ഓവൻ ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സംഭവം ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളാണ്. പെട്ടെന്ന് ഇത് കുക്കായി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പൊന്നൊന്ന് കോരി ശരിക്കും നമ്മുടെ KFC ചിക്കൻ അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട്. ആ കളറൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളറും സ്മെല്ലും ഒക്കെ നമുക്ക് അത്യാവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് കോരിയിട്ട് ഈ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഇട്ടാണ്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതിനകത്തോട്ട് പോകാം. ഒന്ന് കോരിയിട്ട് കേട്ടോ. അത്യാവശ്യം ആ കാണാനൊക്കെ ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. സംഭവം സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കിയതിന് ശേഷം
എങ്ങനെയാണ് ടേസ്റ്റ് നോക്കിയിട്ട് വേണം അടുത്തത് ഇടാൻ, അല്ലെങ്കിൽ അതിൻ്റെ ടൈം അനുസരിച്ച് നമുക്ക് വ്യത്യാസപ്പെടുത്താനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോരി വെച്ചിരിക്കുന്ന സാധനത്തെ ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല പക്ക ചൂടാണ്, ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ട്. കാണാനൊക്കെ ഒരു ഗുമ്മായിട്ടുണ്ട്. ഇനി കഴിച്ച് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ KFC ചിക്കൻ ദാ ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. കണ്ടോ, കുറേ നേരം എടുത്തു നമ്മളിത് സെറ്റ് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയ്ക്കുള്ള കുറച്ച് ടൈം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും നമ്മൾ നിങ്ങളെ കാണിച്ചില്ല. നമ്മൾ KFC ചിക്കൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നോക്കിക്കോ, ആ ഒരു കളർ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. അതിനോടൊപ്പം തന്നെ നമ്മൾ മയണൈസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിതാ നമ്മുടെ കുബൂസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്, പിന്നെ ഇതാ ഈ ഒരു 7up ഉണ്ട്, സ്പ്രൈറ്റും ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യത്തില്ല. ഇത് ജസ്റ്റ് നമ്മൾ വല്ലപ്പോഴും ഉള്ളൂ, അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്പ്രൈറ്റ് മേടിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഇവിടെ 2.5 കിലോയുടെ ചിക്കനാണ് നമ്മളിപ്പോൾ ഒരു KFC ചിക്കനായിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇത് ഇനിയിപ്പം നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിതാ ഇവിടെ പൊന്നും എടുത്തിട്ട് പറഞ്ഞ് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കി. സൂപ്പറോ? സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് തന്നെയാണോ പറയുന്നത്? ടെസ്റ്റ്, അടുത്ത ടെസ്റ്റ് വരുന്നുണ്ട്. ഇവിടുവാ. അപ്പോൾ അവന് ക്യാമറ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിവേ നമുക്കപ്പം എന്തായാലും ഇനി ഇത് കഴിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ KFC ചിക്കൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ എന്തായാലും കണ്ടിട്ടുണ്ടോ? നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ അതിനകത്ത് സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടത് വേറെ ഒന്നും കൊണ്ടല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മയണൈസ് ഉണ്ടാക്കിയതും അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ഗാർലിക് പേസ്റ്റ് സെറ്റ് ചെയ്തല്ലേ, ആ പേസ്റ്റൊക്കെ സെറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് സ്കിപ്പ് ചെയ്ത് വിട്ടിരുന്നത് വേറെ ഒന്നുമല്ല. ഓൾറെഡി നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് സെറ്റായിരുന്നു. പൊന്നുൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് പറഞ്ഞേ? നന്നായിട്ട് വന്നതിൽ സന്തോഷം. നന്നായിട്ട് വന്നതിൽ സന്തോഷമുണ്ടെന്ന്. എനിവേ അത്യാവശ്യം ഞാൻ മൊത്തം കഴിച്ചിട്ടൊന്നുമില്ല, കുറച്ച് പീസ് 2-3 പീസൊക്കെ എടുത്ത് കഴിച്ചിട്ട് ചൂടാവുന്നതിന് മുമ്പ് കഴിച്ചാലാണ് സെറ്റ്. പിന്നെ അതിനോടൊപ്പം ഉള്ള കോമ്പിനേഷനൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. എന്തായാലും എല്ലാവരും വീട്ടിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. എനിവേ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിവേ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.